UDF ജയിച്ചതിന് പിന്നാലെ ഇന്നിപ്പോൾ കേരളത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ വികാരം വ്രണപ്പെടാത്ത അല്ലെങ്കിൽ ആവേശം അണപൊട്ടാത്ത ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അത് വായിക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് സ്മൃതി പരുത്തിക്കാടിന് സ്വന്തം ശബ്ദം എന്ന് തിരുത്തേണ്ടി കൂടി വന്നത് എങ്ങനെയൊന്നും നോക്കിയേ. ആലപ്പുഴയിൽ കോളേജ് അധ്യാപകനെ വകവരുത്തുമെന്ന് KSU ജില്ലാ സെക്രട്ടറിയുടെ ഭീഷണി. MSM കോളേജിലെ ഫിസിക്സ് വിഭാഗം മേധാവിയും AKSCPTA സംസ്ഥാന ഭാരവാഹിയുമായ KM അനിൽകുമാറിനാണ് മുഹമ്മദ് സുഹൈൽ വാട്സാപ്പിലൂടെ ഭീഷണി സന്ദേശം അയച്ചത്. ഹാജരില്ലാത്തതിനാൽ MSM കോളേജിൽ നിന്നും പുറത്താക്കിയതിന് വൈരാഗ്യമാണ് ഭീഷണിക്ക് കാരണം. വായിക്കാൻ ഒരു വൈക്ലഭ്യം. കാര്യം SFIക്കാരായിരുന്നെങ്കിൽ ഇപ്പോ ഈ വായനയുടെ സ്വരം അങ്ങ് മാറിയനെ. ആ ശബ്ദത്തിന് വലിയ തോതിലുള്ള ആവേശം കയറി വന്നേനെ, ആത്മരോഷം പൊട്ടി ഒലിച്ചേനെ. പക്ഷെ KSU ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുടെ ഒരു ഓഡിയോ ആണ് ആ വാർത്തയുടെ പിന്നിലുള്ളത്. KSU ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് സുഹൈൽ ഇപ്പോൾ കോൺഗ്രസ് ഏത് ലീഗ് എന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ മുഹമ്മദ് സുഹൈൽ എന്ന വ്യക്തി ജയിച്ച ഉടനെ അദ്ദേഹം ആലപ്പുഴ MSM കോളേജിലെ ഫിസിക്സ് അധ്യാപകനായിട്ടുള്ള അനിൽകുമാറിനെ അദ്ദേഹം നേരിട്ട് വിളിക്കുകയാണ്, ഒരു ശബ്ദ സന്ദേശം അയക്കുകയാണ്. ഈ KSUക്കാരനെ മതിയായ അറ്റൻഡൻസ് ഇല്ലാത്തത് കൊണ്ട് കോളേജിൽ നിന്ന് പുറത്താക്കി. കോളേജിൽ വരക്കമില്ല. കോളേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഷോ ഓഫ് കാണിക്കാനുള്ള ഇടമാണല്ലോ. കാര്യം SFIക്കാരാണെങ്കിൽ അവർ ഗുണ്ടകളും ക്രിമിനലുകളുമാണ്. KSUക്കാരാകുമ്പോൾ കുടുംബത്തിൽ പറഞ്ഞവർ ഇതൊക്കെ കാണിക്കുന്ന പിള്ളേരല്ലേ. നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി. മറ്റതായിരുന്നെങ്കിൽ ഇവരുടെ വികാരം അങ്ങോട്ട് ഉണർന്നതിന് ശേഷം ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു രീതിയും ശൈലിയും അടിമുടി മാറും. പക്ഷേ വാർത്ത അല്ലെങ്കിൽ ആ ഓഡിയോ നിങ്ങളൊന്ന് കേട്ടെ. പലരും കേട്ടിട്ടുണ്ടാകും, എന്നാലും ഒന്ന് കേട്ടെ. നിന്റെ അന്ത്യം കണ്ടിട്ടേ ഉള്ളു എനിക്ക് ഉറക്കം. നിന്നെ ഞാൻ നശിപ്പിക്കും, നിന്നെ, ഫറൂഖിനെ, അൻവറിനെ. നീ വലിയ AKPCT കളിച്ചില്ലേ, നിന്നെ കൊണ്ട് ഞാൻ ഇനി കളിപ്പിക്കാടപ്പ. എന്നെ കോളേജിൽ കയറ്റാതിരിക്കാൻ പല പണിയും നോക്കിയതാ. എനിക്ക് വേണ്ടി വിളിക്കാൻ പോകുന്ന മുഖ്യമന്ത്രി ആയിരിക്കും കേരളത്തിന്റെ. നീ എഴുതി വെച്ചോ, ഈ അക്കാഡമി കയറി എനിക്ക് വേണ്ടി വിളിക്കാൻ പോകുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കും. നീ ഒരു കാര്യം നോക്കണ്ട. പിന്നെ ബാക്കി എന്തോ കാണിക്കണമെന്ന് എങ്ങനെ കാണിക്കണമെന്ന് എനിക്കറിയാം. അത് ഞാൻ കാണിച്ചും തരും. കേട്ടല്ലോ, എനിക്ക് വേണ്ടി വിളിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിയാണ്. എന്നിട്ട് അധ്യാപകനെതിരെ ഉപയോഗിക്കുന്ന ഭാഷയൊക്കെ കേട്ടല്ലോ. കേരളത്തിൽ തറവാട്ടിൽ പറന്ന മാന്യന്മാരായിട്ടുള്ളവരാണ് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടും അവരെന്ന് പറഞ്ഞാൽ അവരെന്ന് കുടുംബത്തിൽ പറന്നവരാണ്. ഈ തൊഴിലാളിയുടെ മക്കളല്ല, അവന്മാരാണല്ലോ വിവരമില്ലാത്തവന്മാർ, അവന്മാരാണല്ലോ അലവലാദികൾ, അവന്മാരാണല്ലോ ഗുണ്ടകൾ. ഇതെന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ പറന്ന കൊള്ളാവുന്ന കുടുംബത്തിൽ വരുന്ന ചെറുപ്പം അവരിങ്ങനെയൊക്കെ പറയുന്ന അത് അവരുടെ ആവേശം കൊണ്ട് പറഞ്ഞതല്ലേ. നമ്മൾ അങ്ങനെ അങ്ങ് കണ്ടാൽ മതിയല്ലേ. ഇതാണ് രണ്ട് തരം മാധ്യമ പ്രവർത്തനം. നമ്മുടെ നാട്ടിലുള്ള മാധ്യമ പ്രവർത്തകർ എങ്ങനെയാണ് യഥാർത്ഥ ക്രിമിനലുകളെയും ഗുണ്ടകളെയെല്ലാം നമ്മുടെ മുന്നിൽ ഈ സാധാരണ സംഭവമായി ലളിതവൽക്കരിച്ച് അവതരിപ്പിച്ചുകൊണ്ട് അവർക്ക് ജനരോഷമുണ്ടാകാതെ, ജനവികാരമുണ്ടാകാതെ, ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചതിന് പിന്നാലെ കോളേജ് ക്യാമ്പസുകളിലെ അധ്യാപകരെ പോലും, അത് പേരെടുത്ത് പറഞ്ഞ് 3 അധ്യാപകരോടുള്ള ഈ പറയുന്ന KSUവിൻ്റെ തറവാട്ടിൽ പറന്ന കുടുംബത്തിൽ പറന്ന വ്യക്തിയുടെ ബഹുമാനം എന്താണെന്നൊക്കെ ആ ശബ്ദത്തിൽ നിങ്ങൾ കണ്ടല്ലോ. പക്ഷേ നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്നവർക്ക് ഇത് ഇന്നത്തെ ദിവസം ഒരു അന്തിച്ചർച്ച പോലും അല്ലാതെ പോയത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റിയാൽ, എങ്ങനെയാണ് മുതലാളിക്ക് പണം അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ വാർത്തകളുടെ ശൈലികൾ മാറുന്നത്, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതി മാറുന്നത്, സാധാരണയായിട്ട് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ എന്ന രീതിയിലേക്കൊക്കെ ആക്കി മാറ്റിക്കൊണ്ട് ഇങ്ങനെ ഒരു തോന്നിവാസം അധികാരം കിട്ടിയ ഉടനെ ഈ നാട്ടിൽ എന്താണ് നടപ്പാക്കാൻ പോകുന്നു എന്നതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം നൽകുകയാണ്. എല്ലായിടത്തും വിളിച്ച് ഭീഷണിപ്പെടുത്തൽ, അത് കോളേജുകളിലാണെങ്കിൽ KSU നേതാക്കന്മാർ തുടങ്ങി അങ്ങ് മുകൾ തട്ടിൽ വരെ. ഇതാണ് കഴിഞ്ഞ 2 ദിവസമായി സമൂഹത്തിനകത്ത് സംഭവിച്ചുകൊണ്ട് നടക്കുന്ന റിയാലിറ്റി. പക്ഷെ ഇതൊക്കെ ചിലർ കാണിച്ചാൽ അത് കൊള്ളാം കേട്ടോ. അവർ കുടുംബത്തിൽ പിറന്നവർ ചിലർ ഇത് കാണിക്കില്ലേ, പിള്ളേരല്ലേ, അല്ലെങ്കിൽ അവർ മറ്റേ ഇത് അറിയാതെ ചെയ്തതല്ലേ എന്ന രീതിയിലേക്കും മറ്റത് മാധ്യമ വിചാരണയിലേക്കും പോകുന്ന 2 തരം സമീപനങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പാലക്കാട് കുട്ടികൾ ഒരു അധ്യാപികയ്ക്ക് റീത്ത് വച്ചു എന്ന് പറഞ്ഞ് ഇപ്പോഴും സമൂഹത്തിൻ്റെ മുന്നിൽ വായ്ത്താരിയിട്ട് നടക്കുന്നവർ ഇങ്ങനെ ഒരു അധ്യാപകനെ വിളിച്ച് തെറി വിളിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് അത് ജനങ്ങളുടെ ഉള്ളിലേക്ക് ഒരു വികാരമായി ഉണർത്താതെ വാർത്ത എന്ന പേരിൽ സാധാരണമായി സംഭവിക്കുന്ന കാര്യമെന്ന രീതിയാക്കി മാറ്റുന്ന ഇവരുടെ ഈ നെറികെട്ട ശൈലി മനസ്സിലാക്കിയിട്ടെങ്കിലും പ്രസ്ഥാനത്തെ തകർക്കാൻ നടന്നവരുടെ മുന്നിൽ സ്വന്തം സേഫ് സോൺ നോക്കി കളിച്ച നേതാക്കന്മാർ ഒന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശക്തമായിട്ട് അവരുടെ മുന്നിൽ വിനയാന്യതകൾ വിട്ടിട്ട് ഈ തെമ്മാടിത്തവും തോന്നിയാസത്തെ ആ രീതിയിൽ ഉറക്കെ സംസാരിക്കാനുള്ള ധൈര്യം കാട്ടേണ്ട സന്ദർഭമാണെന്ന് കൂടി പറഞ്ഞു വയ്ക്കുകയാണ്.